ഒരുപാട് സന്തോഷത്തോടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ വൈകുന്നേരം. അപ്പോൾ ഇതാ ശ്രീനും ശ്രീക്കുട്ടിയും എത്ര സന്തോഷത്തോടെയാണെന്ന് അറിയോ പോകുന്നത്. കൂടെ കുഞ്ഞുമോളും ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ പെട്ടിയും കളക്കൊക്കെ എടുത്തിട്ട് നേരെ കുഞ്ഞുമോളുടെ വീട്ടിലേക്ക് വന്നതാട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരം തിരിച്ചു പോകും. ശ്രീക്കുട്ടിക്ക് പിന്നെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നല്ല സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ, അവിടെ കൂട്ടിലടച്ചിട്ട പോലെ പുറത്തേക്ക് അങ്ങനെ വിടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിടാൻ പറ്റിയ ഒരു പ്ലേസോ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വിടാറില്ല. അപ്പോൾ ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴാണ് മാക്സിമം അത് അവൾ മുതലാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് പല കാഴ്ചകളും കാണുന്നുണ്ട്. ഇവിടെ ഒരു കടപ്ലാവിൽ കടച്ചക്ക ഉണ്ടാകും നിൽക്കുന്നു. പിന്നെ പൈനാപ്പിൾ, അതായത് നമ്മുടെ സ്വന്തം കൈതച്ചക്ക, ഈ ഭാഗങ്ങളിൽ കൈതച്ചക്ക എന്നാണ് പറയുക. അതൊക്കെ കണ്ടും ഞങ്ങളിതാ നടന്ന് തോട് വരെ എത്താറായി കേട്ടോ. ഈ ഒരു സന്തോഷം നശിപ്പിക്കാനായിട്ട് ആരോ പ്രകൃതിക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തു എന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ തോട്ടിലെത്തിയതും നല്ല ഇടിയും മഴയും തുടങ്ങിയിട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ തോട്ടിലേക്ക് വരാറുണ്ട്. നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ തോട് നിറയെ വെള്ളം നിറഞ്ഞ് ഒഴുകുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ടൊന്ന് താഴത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ തോട്ടിലധികം വെള്ളമൊന്നുമില്ല കേട്ടോ. എന്നാലും മക്കൾക്കൊന്ന് ഹാപ്പി ആവാനോ ഒന്ന് കരുതി ഇറങ്ങിയതാണ്. അത് പണി പാളിപ്പോയി കേട്ടോ. ശ്രീക്കുട്ടി കട്ട കലിപ്പിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് മഴ പെയ്യിപ്പിച്ചതുപോലെയാണ് അവളുടെ കാണിച്ചു കൂട്ടൽ. പാവം ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിയതല്ലേ, അതിൻ്റെ ഒരു ഇതാണ്. ദേഷ്യം സങ്കടം എല്ലാം കൂടി കലർന്ന ഒരു ഇരിപ്പ് കണ്ടോ. പിന്നെ അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. വേഗം തിരിച്ചു പോന്നു. വീട്ടിലെത്തുമ്പോഴേക്കും നല്ലോണം മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയൊരു ദിവസം ഇതുപോലെ തോട്ടിൽ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റ ബൈ ബൈ.